₹1 ഉച്ചഭക്ഷണം നൽകുന്ന ഗുരുദേവ ക്യാൻറ്റീൻ അമ്പലപ്പുഴയിലും അരൂരിലും കരുനാഗപ്പള്ളിയിലും ആരംഭിക്കും. 3 വർഷത്തിനുള്ളിൽ വീടില്ലാത്ത എല്ലാവർക്കും വീട് നൽകും. 300 ദിവസത്തിനുള്ളിൽ എല്ലാ വീടുകളിലും ജലജീവൻ മിഷൻ വഴി കുടിവെള്ളം എത്തിക്കും. ആലപ്പുഴയ്ക്ക് എയിംസ് യാഥാർത്ഥ്യമാക്കും. തീരദേശ മേഖലയുടെ സമഗ്ര വികസനത്തിന് 30,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കൊണ്ടുവരും. തീർന്നില്ല, ആലപ്പുഴയിൽ വിമാനത്താവളം ആലോചിക്കും. എന്തിനേറെ ഒരു സ്വർഗമായി മാറ്റും. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ആലപ്പുഴയ്ക്ക് വനിതാ MP-യും വനിതാ കേന്ദ്രമന്ത്രിയും യാഥാർത്ഥ്യമാകുന്നതോടെ ഈ ആഗ്രഹങ്ങളെല്ലാം പ്രാവർത്തികമാക്കും. എന്ത് വേണം? ആലപ്പുഴയിലോട്ടാണ് താമസം മാറ്റിയാൽ സ്വർഗത്തെ പോലെ ജീവിക്കാൻ പറ്റും. ഇങ്ങനെ തള്ളുമോ? ഇതാര് പറഞ്ഞതാണെന്നറിയാമോ? സാക്ഷാൽ BJP-യുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ. തലയിൽ ചാണകമല്ലേ, ഇതും പറയും ഇതിനപ്പുറവും പറയും. കേട്ടപ്പോൾ ചിരി തോന്നിയെങ്കിലും ഒരു സംശയം. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ നരേന്ദ്രമോദി അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഈ വാഗ്ദാനം എപ്പോഴെങ്കിലും നൽകിയിട്ടുണ്ടോ? അത് കാണില്ല. കാരണം അദ്ദേഹം അവിടെ ജയിക്കും. ജയിച്ചാൽ പറഞ്ഞതൊക്കെ ചെയ്യണ്ടേ? ശോഭയ്ക്ക് എന്തും പറയാം, കാരണം ഒന്നും ചെയ്യണ്ടല്ലോ. എന്തും പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി. പിന്നെ തിരിഞ്ഞ് നോക്കണ്ട. അടുത്ത തവണ മത്സരിക്കുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ ഇതൊക്കെ പറഞ്ഞതാ. അതിന് പറഞ്ഞതൊന്നും ആറ്റിങ്ങലുകാരും മറന്നിട്ടില്ല. അവർക്കറിയാം ഇതൊക്കെ തള്ളലാണെന്ന്. അതുകൊണ്ട് അവരാരും വിശ്വസിച്ചതുമില്ല. അന്ന് ഇതൊക്കെ വിളമ്പിയിട്ട് പോയിട്ട് ആ വഴിക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആലപ്പുഴയിൽ ത്രികോണ മത്സരമാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ശോഭ പറയുന്നത്. പക്ഷെ അവിടെ ഒരു ത്രികോണം കാണുന്നില്ലല്ലോ. അവിടെ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. ശോഭ പിക്ചറിൽ പോലും ഇല്ല. ഈ തള്ളലല്ലാതെ, സോഷ്യൽ മീഡിയയിലിരുന്ന് ഈ തള്ളലല്ലാതെ വേറെ ഒന്നുമില്ല. KC വേണുഗോപാലും പിണറായി വിജയനും തമ്മിൽ ധാരണയുണ്ടായാൽ പോലും ഒറ്റ സഖാവും KC വേണുഗോപാലിന് വോട്ട് ചെയ്യില്ല. അതെങ്ങനെ KC വേണുഗോപാലിന് CPM വോട്ട് ചെയ്യുന്നത്? CPM-ന് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. മുൻ MP, അതായത് സിറ്റിംഗ് MP ആരിഫ്, അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. അത് ശോഭയ്ക്ക് അറിയത്തില്ലേ? CPM-മാരും KC വേണുഗോപാലിന് വോട്ട് ചെയ്യത്തില്ല. ആറ്റിങ്ങലിലെ മത്സരത്തിൽ CPM-ൽ നിന്ന് NDA-ക്ക് ലഭിച്ചത് 10% വോട്ടുകളായിരുന്നെങ്കിൽ ആലപ്പുഴയിൽ അത് 15% ഉയരുമെന്ന്. അപ്പോൾ CPM-ന്റെ വോട്ടുകളെല്ലാം ശോഭയ്ക്ക് കിട്ടുമെന്ന്. എന്താ ശോഭ ഇത്? ഇങ്ങനെയും ദിവാസ്വപ്നം കാണാമോ? 10 അല്ല 15%. ആകെ വോട്ടിൻ്റെ 15% CPM-ന്റെ, അത് ശോഭ സുരേന്ദ്രന് കിട്ടുമെന്ന്. ഓരോ ദിവസവും നിരവധി കുടുംബങ്ങളാണ് BJP അണികളാകുന്നതെന്ന്. മോദിജിയുടെ 10 വർഷത്തെ വികസന നേട്ടങ്ങളും 30 വർഷത്തെ പൊതുപ്രവർത്തന രംഗത്തെ ശോഭ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങളും കടുത്ത കോൺഗ്രസ് CPM അനുഭാവികളെ പോലും BJP പ്രസ്ഥാനത്തിലേക്ക് എത്തിക്കുന്നുവെന്നാണ് ശോഭയുടെ ഗീർവാണം. മനസ്സിലായില്ലേ? ശോഭയെ കണ്ടോണ്ടാണ് കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നുമൊക്കെ അണികൾ, അതായത് പ്രവർത്തകർ BJP-യിലേക്ക് ഒഴുകുന്നതെന്ന്. എങ്ങോട്ടാ ഒഴുകുന്നത്? BJP-യിലേക്ക്. ആ ഒഴുക്ക് കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നും അവിടെ കണ്ടില്ല. അവിടെ ഇങ്ങനെ ഒഴുകുന്നതൊന്നും. KC വേണുഗോപാൽ വിജയിച്ചാലും ആരിഫ് വിജയിച്ചാലും ആലപ്പുഴയ്ക്ക് എന്താണ് കിട്ടുന്നതെന്ന് ജനം മനസ്സിലാക്കിയത്രേ. നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ച പദ്ധതികൾക്കപ്പുറം ഒരു വികസനവും മണ്ഡലത്തിലില്ല പോലും. ഇവർ രണ്ടുപേരും മണ്ഡലത്തിനായി ശുഷ്കാന്തി കാണിച്ചിട്ടില്ലെന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടെന്ന്. അതേസമയം മോദി സർക്കാരിൻ്റെ നന്മകൾ പുറത്തറിയാതിരിക്കാൻ ഇരു കൂട്ടരും ആവോളം ശ്രമിക്കുന്നുണ്ടെന്ന്. മോദി സർക്കാരിൻ്റെ നന്മകൾ, ഗ്യാസിന് വില കൂട്ടിയതും പെട്രോളിന് വില കൂട്ടിയതും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില കൂടുന്നതുമൊക്കെ പുറത്തറിയാതിരിക്കാൻ കോൺഗ്രസും CPM-ഉം, അതായത് ആരിഫും KC വേണുഗോപാലുമൊക്കെ ശ്രമിച്ചു എന്ന്. പിന്നെ അടുത്തൊരു കാര്യം പറഞ്ഞത്, മോദിജിയോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ
ആലപ്പുഴയുടെ ആവശ്യങ്ങൾ നേരിട്ടറിയിക്കാൻ, ആലപ്പുഴയിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് അയക്കാൻ ശോഭാ സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂ എന്നും വോട്ടർമാർ മനസ്സിലാക്കി കഴിഞ്ഞുവെന്ന്. കൊള്ളാം, നല്ല ഡയലോഗ്. അര ഡസൻ കേന്ദ്രമന്ത്രിമാർ വന്നു പോയിട്ടും യാഥാർത്ഥ്യമാകാതിരുന്ന ആലപ്പുഴ ബൈപ്പാസ് സഫലമാക്കാൻ ഗഡ്കരി വേണ്ടി വന്നുവെന്ന്. ഭരണകക്ഷിക്കൊപ്പം നിന്ന് കേരളത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ മോദിജിയുടെ ഗ്യാരണ്ടിയായി വനിതാ കേന്ദ്രമന്ത്രിയായി ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. പിന്നെ തീർന്നില്ലേ? ഇലക്ഷൻ കഴിയുമ്പോൾ കേന്ദ്രമന്ത്രിയായി ശോഭാ സുരേന്ദ്രൻ. അതിപ്പോഴേ ആയെന്നാണ് സ്വപ്നം കാണുന്നത്. ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും വില കൂടി പറയണേ ശോഭയെ, നിങ്ങൾ ഒരു വീട്ടമ്മയാണ്. ഗ്യാസിൻ്റെ വില കുതിച്ചുയരുന്നത് നിയന്ത്രിച്ച് 400 രൂപയ്ക്ക് തരാമെന്ന് നേരത്തെ പറഞ്ഞതാണ്. പെട്രോൾ 50 രൂപയ്ക്കും തരാമെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഇതുകൂടി ഓർമ്മിപ്പിക്കാൻ മറന്നുപോകല്ലേ. പ്രധാനമന്ത്രിയോടൊപ്പം ഇരിക്കുന്നതിന് ഇവിടെ നിന്നും ജയിക്കുകയൊന്നും വേണ്ട. പ്രധാനമന്ത്രിയോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നവരെല്ലാം എം പിയും മന്ത്രിയുമാണോ? ആദ്യം ഗ്യാസും പെട്രോളും ഒക്കെ വില കുറച്ച് കൊണ്ടുപോകാം. പിന്നീട് നമുക്ക് ആലോചിക്കാം വോട്ട് തരണോ വേണ്ടായോ ഒന്ന്. കേന്ദ്രമന്ത്രി ആവണോ, എം പി ആവണോ, MLA ആവണോ എന്നൊക്കെ പിന്നീട് നമുക്ക് ആലോചിക്കാം. എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഉണ്ടല്ലോ ഇവിടെ. ഇതൊക്കെ ഒന്ന് സാധിച്ചുകൊണ്ട് പോവാം.